ഹായ്, കുംബെ വാട്ടർഫാൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതാണ് കുംബെ വാട്ടർഫാൾസ്. മഹാരാഷ്ട്രയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. നമ്മുടെ കേരളത്തിന് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി പോകാറുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ ഈ കുംബെ വാട്ടർഫാൾസിനെ കുറിച്ചല്ല, അതിൻ്റെ അടുത്തുള്ള ഒരു ഹിഡൻ ജെമ്മിനെ കുറിച്ചാണ്. അധികം പേർക്ക് അറിയാത്ത, ഒരു പക്ഷേ ചിലർക്ക് അറിയുണ്ടാവും, പക്ഷേ മിസ്സാക്കുന്ന ഒരു ഹിഡൻ ജെം, ഒരു കൊച്ചു വാട്ടർഫാൾ. അതാണ് ഇത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് പോവുക എന്നത് എനിക്കറിയാം. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഭാവിയിൽ കുംബെ ഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കുംബെ ഫാൾസ് പോയവർ ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി പോകുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ബോർഡ് ശ്രദ്ധിക്കുക. കാരണം ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയിട്ടാണ് നമ്മൾ കുംബെ ഫാൾസ് കാണാൻ പോവാറ്. ഞാൻ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇവിടുന്ന് സ്ട്രൈറ്റ് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു കൊച്ചു ഗ്രാമത്തിലെത്താം. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഞാൻ പറഞ്ഞ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഓട്ടോറിക്ഷയിൽ വന്ന് എന്നിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് നടക്കുകയാണ്. ഈ വഴിയിലൂടെ ലാൻഡ്സ്കേപ്പൊക്കെ നല്ല രസം കാണാൻ കേട്ടോ. വൈക്കൂട്ടോ അടിപൊളി, നൈസ്. കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലം കാണിച്ചു തരാം. കുംബെ ഫാൾസ് കാണുവാൻ വേണ്ടി ഇത്രയും ദൂരം പോകുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഞാൻ ഈ പറഞ്ഞ വാട്ടർഫാളും കൂടി കാണാം. അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല. കുംബെ ഫാൾസിൻ്റെ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വെള്ളച്ചാട്ടം കൂടി നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുക. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ കുംബെ ഫാൾസിലേക്ക് പോയിട്ടുണ്ടാവില്ല, പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റൊക്കെ എങ്ങനെയാണ് എന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ.